നിന്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ രണ്ടര വയസ്സുള്ളപ്പോ നമ്മൾ തനിച്ചാക്കി ആ കടലിൽ മറിഞ്ഞതാ. സിലോണിലേക്ക് ജോലി കിട്ടി പോകുമ്പോ അതിനടുത്ത വർഷം തിരിച്ചു കൊച്ചി വന്ന് ഈ തീരത്തൊരു വീട് ജോണിന്റെ സ്വപ്നമായിരുന്നു. 4 ഇന്ത്യക്കാര LTTക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജീവിച്ച് കൊതി മാറിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. നിന്നെയും തോളത്തിട്ട് ഇവിടെ വരുമ്പോ പരിഹാസമായിരുന്നു എല്ലാവർക്കും. ആരും സഹായിച്ചില്ല. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കടം വാങ്ങി ഈ വീട് വാങ്ങാൻ വരുമ്പോ കുട്ടപ്പനങ്ങൾ മാത്രമായിരുന്നു ഒരു സഹായം. അമ്മയുടെ മോൻ അടിപൊളിയാകാൻ പോവാ. നാളെ തന്നെ പോയി പരീക്ഷ ഫീസ് കെട്ടണം. തോറ്റ വിഷയമൊക്കെ എഴുതിയെടുക്കണം. ഇത്തവണ ഞാൻ ജോസി ജോണാണ് പറയുന്നത്. ജയിക്കും. ഫാമിലി ഓട്ടോ. ഹായ് ജോസി, how are you? Yeah, I'm good. We are ബലിപ്പിന് പോവുക. വൈഫിന്റെ ഡാഡിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ഫാദർ വടിയായി. നന്നായി. ഫംഗ്ഷൻ ഉണ്ട്. Getting late. Dad, get into the order, sir. Thank you, my son. എടാ ഇന്ന് രാവിലെ നിന്നെ കുറെ ഫോണിൽ വിളിച്ചു, നീ എന്താ എടുക്കാ? എടാ ഒരു ഗ്രാൻഡ് പരിപാടി ഒത്തു വന്നിട്ടുണ്ട്. റെഡ് FM പുതിയ റേഡിയോ ജോക്കികളെ തേടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആദ്യത്തെ സെലക്ഷൻ. നീ പെട്ടെന്ന് ചെല്ല്, നിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ എനിക്ക് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം മേടിക്കണം. എടാ അത് നാളെ ആയാലും നടക്കും. നീ പെട്ടെന്ന് ചെല്ല്. എനിക്ക് നല്ല ഹോൾഡറുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്. പേരെന്തരാ? മിസ്റ്റർ സെക്യൂരിറ്റി. എടാ സെക്യൂരിറ്റി ഗേറ്റ് വാച്ചർന്ന് പറയും. അതെ, കഥ പറഞ്ഞത് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. വെയിറ്റും ചെയ്യണം, കടവും പറയും. നീ പെട്ടെന്ന് ചെല്ല്, ഓപ്പറ മാളിലാണ് പരിപാടി. Come on, Q. Okay, all the best. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം നാളെ മേടിക്കാം അല്ലേ? നാളല്ല, മറ്റന്നാള്. എന്താ? നാളെ വിമൻസ് ബാസ്കറ്റ്ബോൾ ഫൈനൽ അല്ലേ? സെന്റ് സേവിയേഴ്സും സെന്റ് തെരേസസും തമ്മിൽ ഏറ്റുമുട്ടത്. നല്ല രസമായിരിക്കും. നീ വണ്ടി വിട്ടേ ഒബ്രോമാളിലേക്ക്. ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. പറഞ്ഞൊന്നും മനസ്സിലാവരുത്. ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. കേക്കു കേക്കു കേട്ടോണ്ടേയിരിക്കും. മിക്കവാറും ചുമച്ച് ചാകും ഞാൻ. ഹലോ, എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് മോളീന. മോളിന്ന താഴെന്നോ? അതുപോട്ടെ, ചേച്ചിയുടെ ഭർത്താക്കന്മാർ അല്ല ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഹലോ, ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചി എന്താ ഫുള്ള് വലിയുന്നത്? ഇതെന്ത് പറ്റി അവൻ സ്വയം സംസാരിക്കുന്നത്? ഇത് തന്നെയാ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. കുട്ടിക്കൊരങ്ങന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. സൽമാൻ ഖാന്റെ സിനിമ കാണുമ്പോ സൽമാൻ ഖാൻ ആവാൻ തോന്നും. ക്രിക്കറ്റ് കളി കാണുമ്പോ സച്ചിൻ ടെണ്ടുൽക്കറും. ഒന്നിലും ഉറച്ചു നിക്കില്ലെന്നേ. പഠനത്തിന്റെ ഇടയിലാ 100 കൂട്ടം കാര്യങ്ങള്. പത്മ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം, ഇതൊന്നും വേണ്ടാന്ന്. നീ ഇതെന്തിനുള്ള പുറപ്പെടാൻ മോനെ? പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട നീ കുട്ടിക്കുരങ്ങന്മാരെ പോലെ ഓരോരോ പരിപാടികളിൽ ചെന്ന് ചാടരുത്. പഠനത്തിനിടയിലാണോ 100 കൂട്ടം കാര്യങ്ങൾ? ഇത് ആര് പഠിപ്പിച്ചെന്ന് വൃത്തികെട്ട ഡയലോഗമ്മ. ഒരു ഫ്ലോ ഇല്ലല്ലോ. അല്ല ഐശാന്റി, എന്റെ പൊന്നൈശാന്റി, ഒന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ മോഡേൺ ആയിട്ട് ചിന്തിക്കേ ഇല്ല. ലോകത്തെ എല്ലായിടത്തും 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലിക്ക് പോവാം, ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കും. ഈ രാജ്യം മാത്രമാണ് ഇങ്ങനെ. എന്റെ പൊന്നാന്റി, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം കാലില്. അതെ, ഈ യൂറോപ്പിലും അമേരിക്കയിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയാ വിചാരിക്കും? അവര് ജോലിക്കൊപ്പം പഠനമല്ലേ, ഏൺ വൈൽ യു ലേൺ എന്നല്ലേ. ആന്റിയുടെ മോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ. ആണോ? ട്യൂഷൻ എടുത്തിരുന്നില്ലേ അമ്മ? ട്യൂഷൻ പോലെയാണോ ഇത്? പിന്നല്ലാതെ. 2 മണിക്കൂർ ജോലി, പിന്നെ ബാക്കി ഫുൾ ടൈം എടുത്ത പഠനം. അങ്ങനെ ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാവും. എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കണം. ഒറ്റക്കാലിലോ? അല്ല, സ്വന്തം കാലിൽ. അമ്മ പോയൊരു ചായട്ടെ. സ്വന്തമായിട്ട് എടുത്താ മതി. അമ്മ, അടുത്ത ആഴ്ച മുതലല്ലേ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണേ. ഇപ്പൊ അമ്മ പോയിട്ടിട്ട് വാ. ചക്കരല്ലേ? നിന്റെ വർത്തമാനം കേട്ടാ തോന്നും നിനക്ക് റേഡിയോ ജോക്കിയായിട്ട് സെലക്ഷൻ കിട്ടിയെന്ന്. പിന്നല്ലാതെ. അവരെന്നെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ എന്ത്? ഒരു സ്റ്റുഡിയോ കോമ്പറ്റീഷൻ. അതിൽ ഞാൻ തകർക്കില്ലേ?
പറഞ്ഞ മധുർ ഭണ്ഡാർക്കറുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. അതിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് അതിനെ നല്ലത്. കുറിച്ച് പറയാനെങ്കിൽ എനിക്കൊരു കാര്യം പറയാനില്ല. തടിച്ചവര് പ്രത്യേകിച്ച് ഭക്ഷണം കുറയ്ക്കാനായിട്ട് എന്നെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. No, stop it. Hey. Yes, next contestant, Josie John. സോറി സാർ. മച്ചു വാല് മുറിക്കരുതേ, കൂടെ ഉണ്ടാവണേ. Shall we start? ആ ആ വൗ, ജെയിംസ് ബോണ്ട്. കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വരെ പ്രിയങ്കരൻ ജെയിംസ് ബോണ്ട് ഏട്ടൻ. തമിഴ് പടത്തിൽ വരും ഉണ്ടൈ ഉണ്ടൈ 7 നായകൻ ബോണ്ട് മാമ. അങ്ങനെ ഒരു ചിത്രത്തിൽ അദ്ദേഹം 100 പേരെ ഇടിച്ചിട്ടതിന് ശേഷം വില്ലനെ നിരക്കി ചെല്ലുകയാണ്. എന്നിട്ടൊരു കിടിലൻ തീപ്പൊരി പറഞ്ഞ ഡയലോഗ്, ഈ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? അതെ, നമുക്ക് പലതരം ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി. അങ്ങനെ നമ്മൾ കേരളത്തിൽ പലതരം പാമ്പുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേ കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ യഥാർത്ഥ മൂർഖൻ. He's awesome, man. അയ്യോ, ഇനി കേരളത്തിന്റെ ശബ്ദം ജോസി ജോന്റെ ശബ്ദമായി മാറുന്നു. ആർജെ ജോസി ജോൺ. ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. ഈ ബുദ്ധിക്ക് അവിടെ കൊണ്ട് വെച്ചേക്കണേ. അതൊക്കെ ആവശ്യത്തിനെടുത്താ പോരാ. ഇന്ന് നീ ഒരു പൈന്റ് മേടിക്കണോട്ടാ. ഒന്ന് പറയാതെ, ഇന്ന് നമ്മൾ ഫുള്ള് പേടിക്കും. പോട്ടോ പോട്ടോ. അത് നിനക്ക് തോന്നിയതായിരിക്കും മച്ചു. ഇല്ലടാ, ഞാൻ അവിടെ കണ്ടതല്ലേ. ഇതിനിടയ്ക്ക് മുകളിലെത്തിയാ നിനക്കിട്ട് തരാടി. ഇത് താഴേക്കാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഹായ് ജൈൻ വീൽ, ഹൗ ആർ യു? മാറി നിൽക്കടോ. എങ്ങനെ മാറി നിക്കാൻ? അന്ന് ജൈൻ വീലിൽ എന്റെ മാറത്ത് കിടന്ന നീ ഇപ്പൊ എന്നോട് മാറി നിക്കാനല്ലേ? വീട്ടിലെ ഞാൻ. ഏയ് മിസ്റ്റർ, മര്യാദയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ? ഓ പിന്നെ പോലീസ്. ഈ ആണുങ്ങളൊന്ന് പെണ്ണുങ്ങളെ തൊട്ടാ കളിയാക്കിയ അപ്പൊ തന്നെ പോലീസ്, പീഡനം. ഈ പാവപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പോലീസും കേസെടുക്കാനില്ല.